നിയുക്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതാ ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ചാർട്ടേഡ് വിമാനം 12:30-നാണ്. അദ്ദേഹത്തോടൊപ്പം ഭാര്യയും അമ്മയുമുണ്ട്. ഡൽഹിയിലേക്കുള്ള സുരേഷ് ഗോപിയുടെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അദ്ദേഹം നിയുക്ത കേന്ദ്രമന്ത്രിയായിട്ടാണ് ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ മന്ത്രിസഭയുടെ ഭാഗമാകാൻ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അവ്യക്തതകൾ നിലനിന്നിരുന്നു. പക്ഷേ ആ അവ്യക്തതകളൊക്കെ ഇപ്പോൾ നീങ്ങി. നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ നിർബന്ധിച്ചിരിക്കുന്നു. ഉടൻ തന്നെ ഡൽഹിയിലെത്താൻ ആവശ്യപ്പെട്ടു എന്നാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് നേരത്തെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. ഡൽഹിയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. സുരേഷ് ഗോപി നിയുക്ത കേന്ദ്രമന്ത്രിയായിട്ടാണ് ഇക്കുറി പോകുന്നത്. അദ്ദേഹത്തെ മാധ്യമങ്ങൾ വളഞ്ഞിരിക്കുന്നു. കേട്ടാലും എനിക്ക് മറുപടി തരാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ല. അദ്ദേഹം വിളിച്ചു, നിർബന്ധമായിട്ട് എത്തിയിരിക്കണം എന്ന് പറഞ്ഞു, എത്തുന്നു. ബാക്കിയെല്ലാം പിന്നെ അവിടെ ചെന്നിട്ട് എനിക്ക് അത്രേ പറയാൻ പറ്റുന്നുള്ളൂ. അതെല്ലാം അവിടെ ചെന്ന് അവർ നിശ്ചയിക്കുന്നത് പോലെ, എന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. പക്ഷെ നിശ്ചയം അവരുടെയാണ്. കാരണം എന്നോട് പറഞ്ഞ് ഞാൻ തൃശ്ശൂരിലെയും കേരളത്തിലെയും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ആയിരിക്കണം പ്രധാനമന്ത്രിയുടെ തീരുമാനം ആ ജനങ്ങളെ കരുതലോടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് പോകുന്നു. അത് പറഞ്ഞതുകൊണ്ടാണ് ഈ പോകുന്നത്. താങ്ക് യു. അതെല്ലാം വരട്ടെ. നിയുക്ത കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ടു. താൻ നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർബന്ധിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ ഡൽഹിയിലെത്താൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് യാത്ര തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. സുരേഷ് ഗോപിയും ഭാര്യയും അമ്മയും ഇപ്പോൾ ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് അദ്ദേഹം കടന്നിരിക്കുന്നു. അല്പസമയത്തിനകം 12:30-നാണ് അദ്ദേഹത്തിന്റെ ചാർട്ടേഡ് വിമാനം. അതിൽ അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിക്കുന്നു.